അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോ, ഒരുപാട് പേർക്ക് കടമുണ്ടാവും. ആ കടം വീട്ടാൻ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് പരീക്ഷിച്ച് വിജയം കണ്ട രണ്ടു ചരിത്രം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ഹദീസ് ഞാൻ അവതരിപ്പിക്കുന്നത്. സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയ മകൾ ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എനിക്കൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഈ ദുആ ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ആ ദുആ ഒരാൾ ചൊല്ലിയാൽ ഉഹദ് മലയോളം വരുന്ന കടം ഒരാൾക്കുണ്ടെങ്കിൽ, അഥവാ വലിയ കടബാധിതനായി പ്രയാസപ്പെടുന്നവനാണെങ്കിൽ, ഈ ദുആ നീ ജീവിതത്തിൽ നിത്യമാക്കിയാൽ നീ അറിയാത്ത ഭാഗത്തിലൂടെ ധനം നിന്നിലേക്ക് വന്നു ചേരുകയും ആ കടം വീട്ടാനുള്ള ഒരു സൗകര്യം നിനക്കുണ്ടാവുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മകളോട് പറയാണ്, എനിക്കൊരു 10 രൂപ കടമുണ്ടാകുന്നത് വെറുപ്പാണ്. പക്ഷെ എനിക്കൊരു കടം വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഈ ദുആ ഞാൻ ചൊല്ലി. പെട്ടെന്ന് തന്നെ ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ ആ കടം വീടുകയാണ്. ഉടനെ ആയിഷ ബീവിയുടെ മനസ്സിലേക്ക് ഈ ഉപ്പയുടെ വാക്കുകൾ കടന്നു വരികയാണ്. ഞാൻ എൻ്റെ സഹോദരിയോട്, അസ്മ എന്നവരോട് കുറച്ച് കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കാനുണ്ടായിരുന്നു. ഈ കടം വീട്ടുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. പിതാവിൽ നിന്ന് ഈ ദുആ പഠിച്ച ശേഷം ഞാനത് ഉപയോഗിച്ചു തുടങ്ങി. അല്പ ദിവസത്തിനു ശേഷം അതാ എനിക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സമ്പത്ത് വന്നു. ഞാൻ അതിൽ നിന്ന് കടം വീട്ടി 3 നോക്കിയ സഹോദരൻ അബ്ദുറഹ്മാനും കൊടുത്തു. എന്നിട്ടും പണം ബാക്കിയായി. ഇത്രയും വലിയ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബദ് ദഅവത്തിൽ മുൽതരീൻ റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹമുനി ഫർഹംനി റഹ്മത്തൻ തോനീനി ബിഹാ അമ്മൻ സിവാക്. ഇതാണ് ആ പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് ഇത് നിത്യമാക്കുക. നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് വീട്ടിത്തരും. ഇതിനർത്ഥവും അല്ലാഹു കരുണവാനാണ്. അല്ലാഹുവിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് പ്രയാസപ്പെടുന്നവരുടെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ എന്നൊരു ചിന്തയിൽ, അല്ലാഹുവേ എൻ്റെ കടങ്ങൾ വീട്ടിത്തരണമെന്ന ചിന്തയിൽ ഈ ദുആ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹുവിൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കുമെന്ന് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ മകൾ അസ്മാ ബീവിക്ക് ചൊല്ലിക്കൊടുക്കുന്നു. 2 പേരുടെയും കടങ്ങൾ വീട്ടി പണം ബാക്കിയായതിൻ്റെ ചരിത്ര വിവരണം നമ്മൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഇത് കടബാധിതർക്ക് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക, വീഡിയോ അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.